നമ്മൾ പട്ടിണി കിടന്ന് മരണപ്പെട്ടാൽ അത് ഈമാനിന്റെ ഭാഗമാണ്. അയൽവാസി പട്ടിണി കിടന്ന് മരിച്ചാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പഠിപ്പിച്ച മതമാണിത്. അല്ല, മനസ്സിലായോ? അപ്പൊ നമ്മൾ പട്ടിണി കിടന്ന് മരിച്ചു. എന്റെ വീട്ടില് നമ്മളൊക്കെ പട്ടിണി കിടന്നു, ആളുകളോടൊന്നും യാചിക്കാതെ ബെഗ് ചെയ്യാതെ കഴിവിന്റെ പരമാവധി അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് അഭിമാനം കാത്തു സൂക്ഷിച്ച് ഇങ്ങനെ ജീവിച്ചതിന് പട്ടിണി കിടന്നിട്ട് രോഗിയായിട്ട് മക്കളൊക്കെ മരിച്ചു. അതൊക്കെ ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹു ആ പരീക്ഷണം അനുഭവിച്ചതിന്റെ പേരിൽ വലിയ സ്വർഗ്ഗത്തെ തരും. എന്നാൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരു അയൽവാസി, അതൊരു മുഹമ്മദ് ആവട്ടെ, തോമസ് ആവട്ടെ, ഐസക് ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാരായണനാവട്ടെ, നമ്മുടെ അയൽവാസി, ആ അയൽവാസി പട്ടിണി കിടന്ന് മരണപ്പെട്ടു പോയാൽ, അവരുടെ മക്കള് പട്ടിണി കിടന്ന് മരണപ്പെട്ടു പോയാൽ, മരുന്ന് വാങ്ങാൻ പണമില്ലാതെ, ചികിത്സയ്ക്ക് പണമില്ലാതെ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് അയൽവാസിയെ നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണിത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും സ്വാർത്ഥരാവാൻ പാടില്ല, സെൽഫിഷ് ആവാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യവും നമ്മുടെ നേട്ടവും മാത്രം ആഗ്രഹിക്കാൻ പാടില്ല. എപ്പോഴും നമ്മുടെ ലക്ഷ്യം സമൂഹമാവണം. അതാണ് മക്കളെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഉമ്മമാരുടെ നിയ്യത്ത് എന്റെ സമൂഹത്തിന് ഉപകരിക്കുന്ന മക്കളാകണം എന്ന നിയ്യത്താവണം.